Hi Hi, friends. friends. Welcome to yet another episode of TikTok the podcast. This is me, Hisan, and this is my co host. Arshak. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇസ് എ ഐ ഗോണ റീപ്ലേസ് ഡിസൈനേഴ്സ് എന്നുള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എൻ്റെ അതെ, പ്രൊഫഷൻ അതായതുകൊണ്ട് തന്നെ പറയാൻ കുറച്ചും കൂടി കുറേ അടിപൊളിയായിട്ട് ആൾക്കാർ ചോദിക്കലുണ്ട് പേഴ്സണലി വന്നിട്ട്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് ഷാമറൊക്കെ എന്നോട് തവണ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എ ഐ വരുന്നതുകൊണ്ട് നിങ്ങളെ പണി പോവാം. അപ്പോൾ എ ഐ വരുന്നതുകൊണ്ട് ഇസ് എ ഐ ഗോണ റീപ്ലേസ് ഡിസൈനേഴ്സ് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി നോട്ട്. പക്ഷേ ഇറ്റ്സ് ഗോണ റീപ്ലേസ് ഡിസൈനേഴ്സ് ഹു ഡസൻ നോ ഹൗ ടു യൂസ് എ ഐ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരെ എന്തായാലും എ ഐ റീപ്ലേസ് ചെയ്യും. കാരണം നമുക്ക് ഇനിയിപ്പോൾ എ ഐ നമ്മളൊരു കോപ്പൈലറ്റാണ്. എ ഐ ഇനി നമ്മളൊരു ടൂളായി മാറി ഡിസൈനേഴ്സിൻ്റെ. എ ഐനെ ഒഴിവാക്കിയും കൊണ്ട് നമുക്ക് ഡിസൈനിങ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് ഡിസൈനിങ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രസം, നമ്മളൊരു ക്രിയേറ്റീവ് ആർട്ട് ഉണ്ടാക്കുകയാണ്. പക്ഷെ അതിൽ തന്നെ അതായത് നമ്മൾ ബോറടിച്ച് ചെയ്യുന്ന കുറേ കാര്യം, റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഇനി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എ ഐ കൊടുത്താൽ എ ഐ ചെയ്തോളൂ. ബാക്കി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി. പണി കുറഞ്ഞ് ഡിസൈനേഴ്സിൻ്റെ പണി കുറഞ്ഞ് കുറേ ആൾക്കാരെ പണി പോകും. അതായത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പോഷർ ഇല്ലാത്ത ഡിസൈനേഴ്സിന് ആ ഒരു ഇത് കുറവായിരിക്കും. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഈ ഇമേജ് ജനറേഷന് അല്ലെങ്കിൽ ഇത് മാത്രമല്ല ജി പി ടി ചെയ്യുന്നപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കേസ് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു റൂം ഞാൻ ഇന്റീരിയർ ഡിസൈൻ ഞാൻ ചെയ്ത് നോക്കി. ഇപ്പം നമ്മളെ ഈ റൂം ഞാൻ ഓൾറെഡി പോഡ്കാസ്റ്റ് റൂം കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇന്റീരിയർ അത് വേറൊരാളടുത്ത് നമുക്ക് പോകുമ്പോൾ അത്രയും പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇമോഷൻ വെച്ചിട്ട് നമുക്കൊരു സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് നമുക്കൊരു ഡിസൈനർ അടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എ ഐ ചെയ്തു തരില്ല. അതന്നെയാണ് നമ്മളെ ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ ജോബ് ഒരിക്കലും ഡേഞ്ചറിലല്ല എന്ന് പറയാനുള്ള റീസണും അതെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നീ ഒരു കോഫി ഷോപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നീ വന്നിട്ടുള്ള പാത്ത് വേ എന്താണെന്നുള്ളത് എനിക്കറിയാം. ചിലപ്പോൾ എൻ്റെ കൂടെ ഞാൻ കുറേ കാലം ജീവിച്ചതുകൊണ്ട് എന്താ പറയുക, നീ പറയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പക്ഷെ നീ ഇപ്പോൾ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എ ഐൻ്റെ അടുത്ത് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെ ഒരു നമ്മൾ എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുന്ന അതായത് നിന്റെ സ്റ്റോറി ഉണ്ടാവില്ല, നിന്റെ ഒരു ഇമോഷൻ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ ഒരാളടുത്ത് നമുക്ക് ഫുള്ള് കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചാറ്റ് ജി പി ടിൻ്റെ അടുത്ത് നിനക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഒരു ഫുട്ബോൾ തീംഡ് കഫേയാണ് വേണ്ടത്, ഒരു കോഫി ഷോപ്പാണ്, ഇന്ന കളർ തീം, നമുക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് നീ വന്ന വഴി, നീ എവിടെയൊക്കെ ഫെയിലിയർ ആയി, നീ എവിടെയൊക്കെ വന്നെന്നുള്ളൊരു പാസേജ് എനിക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് ആ ബേസിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിൽ ആ ഒരു തീമിൽ എനിക്ക് ബാക്കിയുള്ള എല്ലാ പ്രൊമോ മെറ്റീരിയൽസും എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരിക്കലും ചാറ്റ് ജി പി ടിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ചാറ്റ് ജി പി ടിക്കിനെ കൊണ്ട് പണിയെടുക്കാൻ പറ്റും. അതായത് നമുക്ക് എളുപ്പമാക്കാൻ പറ്റുന്ന പണി ചാറ്റ് ജി പി ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് ഒരിക്കലും ചാറ്റ് ജി പി ടിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണെങ്കിൽ വരെ ഓൾറെഡി ഉള്ള ഫോട്ടോസിനെ നമ്മൾ, അതായത് ഇപ്പോൾ നീ ഒരു ഫോട്ടോ ചെയ്ത് ഒരു കാറിൻ്റെ മേലെ ഇരിക്കുന്നത്, എന്നിട്ട് നിന്നോട് ഞാൻ പ്രോംപ്റ്റ് ചോദിച്ചിട്ട് ഞാൻ പേരോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഈ സെയിം സാധനത്തിൽ എൻ്റെ തല വെക്കാനെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാനൊരു പുതിയ സാധനം ഉണ്ടാക്കാൻ അപ്പോഴും നോക്കുന്നില്ല. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു മൗണ്ടൈൻ്റെ മേലെ ഇരിക്കുന്ന പോലെ ഞാൻ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ട്രെൻഡ് ഫോളോ ചെയ്യണം ആൾക്കാർ. ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്റ്റാച്യൂവിൻ്റെ ട്രെൻഡ് കണ്ടില്ല, ഒരുവിധം എല്ലാവരും ചെയ്തു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ട്രെൻഡ് ഫോളോ ചെയ്യാണ്. പുതിയതിൽ ട്രൈ ചെയ്യുന്നതിന് പകരം അത് ഞാൻ പറഞ്ഞ ചാറ്റ് ജി പി ടി ഒരിക്കലും നമുക്ക് ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് പറഞ്ഞില്ല. നമ്മൾ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ചാറ്റ് ജി പി ടിക്ക് പറഞ്ഞു കൊടുത്താൽ അതിനുള്ള റിസൾട്ട് നമുക്ക് തരും. അപ്പോൾ ഡിസൈനേഴ്സിന് എന്തുകൊണ്ടും ഇത് ഗുണമാണ്. ഒരിക്കലും നമ്മുടെ പ്രൊഫഷനെ ഒന്നും ആകാൻ പോകുന്നില്ല. എല്ലാം കൊണ്ടും വളരെ ഗുണമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വരെ ഇനി അതായത് ചെറിയ ഡിസൈനിങ്, ബോറിംഗ് ആയിട്ടുള്ള ഡിസൈനിങ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ യൂസർ മാനുവൽ ടൈപ്പ് ചെയ്യാന്നുള്ളത്, അത് വേണമെങ്കിൽ എനിക്ക് ഏതെങ്കിലും ചാറ്റ് ജി പി ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് ചാറ്റ് ജി പി ടി എനിക്ക് പറഞ്ഞു തരും. അത് വളരെ ബോറിംഗ് ജോബാണ്. അത് നേരെ മറിച്ച് എല്ലാത്തരം എൻ്റെ എത്രയോ ടൈമോ 1 hour അല്ലെങ്കിൽ 2 hour ഞാൻ ഇരുന്ന് വായിക്കണത്. അപ്പോൾ എല്ലാം കൊണ്ടും ഡിസൈനേഴ്സിന് ഒരു ഗുണമാണ് ചാറ്റ് ജി പി ടി വന്നിട്ട്. അത് എല്ലാ പ്രൊഫഷനിലും അങ്ങനെ തന്നെ ആയിരിക്കും. അത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷനിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗുണമായിരിക്കും. ഇനി എല്ലാ പ്രൊഫഷനിലും വരും, ഇൻക്ലൂഡ് ആവും. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ മെഡിക്കലിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഈ CT അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചാറ്റ് ജി പി ടിക്ക് അല്ലെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ആ സംഭവം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് പറയാം. ഞാൻ പറയണേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കലിൽ നമുക്ക് ഡയഗ്നോസിസ് പ്രോപ്പർ അല്ലെങ്കിൽ പ്രശ്നം വരും. ഇപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിട്ടി വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഭാവിയിൽ അതങ്ങനെ അധിക ദൂരത്തല്ല ഡോക്ടർമാരെ പണി പോകും. അതേപോലത്തെ അല്ലേ, അത്ര തന്നെ ഉള്ളത്. യൂട്ടിലൈസ് ചെയ്യണം.
പക്ഷെ അത് നമ്മളെ പണി ഒരിക്കലും പോലെ പണി ഈസി ആക്കാൻ വേണ്ടിയിട്ട്. കാരണം മനുഷ്യന്മാരിപ്പോൾ ഇവൻ പറഞ്ഞ പോലെ ഫോൺ ഉപയോഗിക്കാൻ നിങ്ങളെ ജീവിതം ഈസി ആക്കാൻ വേണ്ടി ഫോൺ തന്നെ, അതേപോലെ തന്നെ ഈ AI ഒക്കെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി ഈസിയാവും ചെയ്യും, നമുക്ക് ബേർഡൻ കുറയും, വർക്കിന്റെ ബേർഡൻ കുറേയൊക്കെ കുറയും. അത് നല്ല രീതി. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ ഓഡിയൻ മറ്റേ പാസേജ് വായിക്കാൻ മടിയാവും പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ജെമിനിയിൽ ഇതേപോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു PDF അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് അല്ല അതിൽ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓഡിയോ ആയിട്ട് ചേഞ്ച് ചെയ്ത് തരാൻ പറയാം. അപ്പം അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആൾക്കാരെ സംസാരിക്കുന്ന രീതിയിൽ ആ ഒരു പേജിനെ ഫുള്ളും ഒരു 5 ഞാനിപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ട്യൂട്ടറാണല്ലോ, അപ്പോൾ ഞാനൊരു ചാപ്റ്റർ കൊടുത്തിട്ട് ചാപ്റ്റർ ഒന്ന് ഇങ്ങനെ ചെറുതാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ വന്നു. അതിലെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇവർ തമ്മിൽ ഇങ്ങനെ, അപ്പോൾ ഇതിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ആ AI തന്നു. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഞാൻ പറയാം, അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അത് ഉപയോഗിക്കുക. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ഫുള്ളായിട്ട് വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ട് അപ്പോൾ നമ്മൾ വെറുതെ കുറേ പേജൊക്കെ മറിച്ചിട്ട് പോകും. അപ്പോൾ അവരിത് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും ആലോചിച്ച് നോക്ക്. എന്നുവെച്ചാൽ 5 മിനിറ്റ് കൊണ്ട്, കാരണം നമുക്ക് കേൾക്കണത് അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. വായിക്കുന്നതിനാണ്ട് എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കണത് എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ കേൾക്കും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ചെറിയ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് പാരന്റൽ ഗൈഡൻസ് കൊടുക്കണം, അല്ലാതെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പം കുറേയൊക്കെ പാരന്റൽ ഗൈഡൻസ് ഒന്നും ഇല്ല. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു വലിയ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഡിസൈനിങ്ങിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഫിലിം ഡയറക്ടേഴ്സിനൊക്കെ ഉള്ള കൺസേൺ ആയിരിക്കും VFX ആർട്ടിസ്റ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്തൂടെ. റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ കൂലിയിൽ രജനികാന്തിന്റെ AI ചെയ്തതാ. VFX സൂപ്പർവിഷൻ ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഐഡിയ കൊടുക്കാൻ അതായത് രജനികാന്ത് ആക്ട് ചെയ്ത സീനാണത്. അത് ഫുള്ളി AI അല്ല. അതായത് രജനികാന്ത് ഫൈറ്റ് ചെയ്യുന്നത്, രജനികാന്ത് ഡയലോഗ് പറയുന്നത്, ഈവൻ വോയിസ് വരെ AI ചെയ്തിട്ട് 80s രജനികാന്തിന്റെ സൗണ്ടാണ് ആ പടത്തിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അതിനകത്ത് മമ്മൂട്ടിയായി. പിന്നെ ലോക്കയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഉള്ള ടൈറ്റിൽ ഗ്രാഫിക്സ് ഒക്കെ ആയിരിക്കും തോന്നുന്നത്, അല്ലാതെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഗഗനാചാരി എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, അതിനകത്ത് കുറെ, അതായത് കൊച്ചി സ്റ്റേഡിയത്തിന്റെ നടുക്ക് ഈ ഏലിയൻ അതൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത്. അതേപോലെ ഇപ്പോൾ മലയാളത്തിലൊരു ഫിലിം വരുന്നുണ്ട്, ചത്തപച്ച എന്നാ മൂവിന്റെ പേര്, ചത്തപച്ച. അത് മൂവി എന്ന് പറയുന്നത് WWE ബേസ്ഡ് മൂവിയാണ്. അതായത് എനിക്കറിയില്ല, ഞാൻ കിക്ക് ബോക്സിങ് മൂവി കണ്ടിട്ടുണ്ട്, ബോക്സിങ് മൂവി കണ്ടിട്ടുണ്ട്, കരാട്ടെ മൂവി കണ്ടിട്ടുണ്ട്, കുങ്ഫു മൂവി കണ്ടിട്ടുണ്ട്. വേൾഡിൽ WWE ബേസ് ആയിട്ട് മൂവി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മൂവി മലയാളത്തിൽ നിന്ന് വരാണ്. അതായത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിൽ WWE ബേസ് ചെയ്തിട്ട് ഇപ്പോൾ അർജുൻ അശോകൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററും റിവീൽ ചെയ്തിട്ടുണ്ട്. ലോക്കോ ലോബോ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു WWE ഇടുന്ന കോസ്റ്റ്യൂമൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ. അപ്പം അത് പറയാൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ക്യാരക്ടർ പോസ്റ്റർ ഓക്കെ, അതല്ലാതെ പ്രൊമോ മെറ്റീരിയൽസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഓണം കഴിഞ്ഞ് അങ്ങനത്തെ ഇതിനൊക്കെ വരുന്ന ഇവരെ എല്ലാ പോസ്റ്റേഴ്സും എല്ലാം AI ക്രിയേറ്റഡ് ആണ്. അതായത് ചെറിയ ചെറിയ അനൗൺസ്മെന്റ് വീഡിയോ, അതായത് ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ട്, അതെല്ലാം AI ജനറേറ്റഡ് ആണ്. അപ്പോൾ അത്രയും ആൾക്കാരെ AI ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും AIക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു WWE മൂവി മലയാളത്തിൽ നിന്ന് വരാമെന്ന് പറയും, ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ്. കാരണം അർജുൻ അശോകൻ ഉണ്ട്, റോഷൻ മാത്യു, പിന്നെ വിശാഖ് നായർ, അങ്ങനെ കുറച്ച് യങ് ആക്ടേഴ്സ് ഉള്ള ഫിലിമാണ്. അപ്പോൾ അർജുൻ അശോകൻ ഞാൻ ഓൾറെഡി ചത്തപ്പച്ച എന്നുള്ള കേട്ടിട്ടുണ്ട് അനൗൺസ്മെന്റ് മുതൽ. പക്ഷെ അർജുൻ അശോകന്റെ പോസ്റ്റർ വന്നപ്പോൾ ആ കോസ്റ്റ്യൂം ഒക്കെ കറക്റ്റ് WWE ഒരു സ്റ്റാർ വരില്ലേ, അതുപോലത്തെ നല്ല രസമുണ്ട്. അതായത് ക്യാരക്ടറിന്റെ പേര് സാവിയോ അങ്ങനെ എന്തോ ആണ്, പക്ഷെ റിംഗ് നെയിം ഉണ്ടാവല്ലോ ഓരോ ആൾക്കാർക്ക്. അതുപോലെ ആളെ പേര് ലോക്കോ ലോബോ എന്ന് പറഞ്ഞിട്ട് ചത്തപ്പച്ച. ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 2 മണിക്കൂറിന്റെ ഫീച്ചർ ഫിലിം തന്നെ വരും, AI കംപ്ലീറ്റ്ലി AI വെച്ചിട്ട് ചെയ്ത. കാരണം ആനിമേഷനൊക്കെ ചെയ്യാൻ ഇനി അത്രയും പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ AI ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ഗുണം തന്നെ. ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരു സിറ്റി, അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലൊരു കുട്ടീനെ കാണാണ്ടായി, ഒരു ചെറിയ കുട്ടിയെ, ഒരു 5 വയസ്സുള്ള കുട്ടീനെ കാണാണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വയസ്സുള്ള ഒരു കുട്ടീനെ കാണാണ്ടാകുമ്പോൾ ആദ്യം തന്നെ പോലീസിൽ ഇവരെ അറിയിക്കും. പോലീസ് സ്വാഭാവികമായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. സെർച്ച് ചെയ്തിട്ട് സിറ്റിയിലൊന്നും അങ്ങനെ മിസ്സിങ് കേസോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CCTV ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യം പരിസരത്തുള്ള ആൾക്കാരോട് ചോദിക്കും, ഇങ്ങനെ ഒരാൾ പോയിണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടീനെ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ആരും കണ്ടിട്ടില്ല. CCTV ചെക്ക് ചെയ്തപ്പോൾ ഒരാൾ കുട്ടീൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് കണ്ട്. പക്ഷെ അയാൾ മാസ്ക്ഡ് ആണ്.
മാസ്ക് ഇട്ട ഒരാളാണ്. അപ്പോൾ വേറെ വഴിയില്ല, അതായത് അയാൾ ആരാന്ന് കണ്ടുപിടിക്കാൻ ഹോപ്പില്ല, ഇനി 0 ഹോപ്സ് ആണ്. അപ്പോൾ ഇതുപോലെ പോലീസ് സൈബർ വിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു പുതിയൊരു AI കാണിച്ചു കൊടുത്തത്. അതായത് ഇപ്പോൾ നീ നടക്കുന്ന, ഇപ്പോൾ രജനീകാന്തിന് ഒരു സ്റ്റൈലില്ലേ നടക്കുന്നത്, അതുപോലെ എല്ലാവർക്കും എനിക്കായാലും നിനക്കായാലും ഒരു യുണീക്ക് വേ ഓഫ് വാക്കിംഗ് സ്റ്റൈലോ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റൈലോ ഉണ്ടാവും. അത് വെച്ചിട്ട് അയാളെ ട്രാക്ക് ചെയ്ത്, അതായത് അയാൾ നടക്കുന്ന മൂവ്മെൻറ്റ്സ്, അയാൾ വാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വെച്ചിട്ട് അയാളെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച്. അപ്പോൾ അത് അത്രയും ബ്രില്യൻ്റ് ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കഥ നീ വിശ്വസിച്ചില്ലേ, ഇത് ഞാൻ ChatGPT ഉണ്ടാക്കിയ ഒരു കഥയാണ്. ChatGPT വെച്ചിട്ട് ഞാൻ എനിക്കൊരു സ്റ്റോറി തരാൻ പറഞ്ഞു, ഒരു എന്താ പറയുക, ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു സ്റ്റോറി തരാൻ പറഞ്ഞപ്പോൾ ChatGPT തന്നൊരു കഥയാണ് എന്നോടൊപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ChatGPT കൊണ്ട് എന്ത് ചെയ്യാം, ആൾക്കാരെ പറ്റിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോസിബിലിറ്റി തള്ളിക്കളയാനാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത്ര റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയത്. അല്ല, അത് നമുക്ക് ബിലീവബിൾ ആയത് എന്തുകൊണ്ടാ വെച്ചാൽ അത് ബിലീവബിൾ ആയിരിക്കും, കാരണം അങ്ങനെ വരില്ല എന്ന് ആര് കണ്ട്. ഒരാളെ വാക്കിംഗ് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും യൂണീക്ക് ആയിരിക്കും. അതെ, ഞാനൊരു 5-8 ടൈപ്പ് ഓഫ് സ്റ്റോറീസ് എനിക്ക് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോൾ പല സ്റ്റോറീസും ഭയങ്കര ബോറിംഗ് സ്റ്റോറീസാണ്. അപ്പോൾ അതായത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ട്, നമ്മൾ ഈ AI-നെ കേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് നമുക്ക് തരും. അതായത് നമ്മൾ ChatGPT നിന്നെ കൊണ്ട് ഈ പണി പറ്റൂല, നീ നിർത്തിപ്പോയിക്കോ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഞാൻ ഒരു റീലിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 5-8 സ്റ്റോറി വന്നപ്പോൾ ഞാൻ അതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് തള്ളാന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റൂലെങ്കിൽ നിർത്തിപ്പോയിക്കോ, ഞാൻ വേറെ ഏതെങ്കിലും AI-നോട് ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റോറി തന്നു. ആ സ്റ്റോറിയാണ് ഞാൻ അപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിന് വേറെ സാധനം AI-ക്ക് ഇമോഷൻ ഉണ്ട്. അതായത് നമ്മളോട് ഹോംവർക്ക് ചെയ്തില്ല അടിച്ചാൽ നമ്മൾ ചെയ്യല്ലോ, അതുപോലെ തന്നെ ചീത്ത പറഞ്ഞപ്പോൾ AI ചെയ്യാൻ തുടങ്ങി. ഇത് പറഞ്ഞപ്പോൾ ഇതിന്റെ റോങ് സൈഡ് ഞാൻ കേട്ടില്ല. എന്നുവെച്ചാല് ഇത് കഥാണോ? അല്ല, കഥ ഒന്നല്ല, ഇത് റിയൽ സ്റ്റോറി കേട്ടോ. ഞാൻ കളവ് പറയാറില്ല. അപ്പോൾ ഒരു 8 months പ്രഗ്നന്റ് ലേഡിനെ കാർ ത്രെഫ്റ്റിന് ലേഡിനെ പിടിച്ചു. 8 months പ്രഗ്നന്റ് ലേഡി. അപ്പോൾ എങ്ങനെ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഫേസ് റെക്കഗ്നേഷൻ എടുത്തിട്ട് ഫേസ് റെക്കഗ്നേഷനിൽ വന്ന അവളാണ്. അപ്പോൾ ഈ ഫേസ് റെക്കഗ്നേഷൻ്റെ ഒക്കെ പ്രശ്നം പറയണം എന്ന് വെച്ചാൽ ഭാവിയിൽ അതൊക്കെ ബെറ്റർ ആവും. ഫേസ് റെക്കഗ്നേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ ബയാസ്ഡ് സാധനം വരുന്നുണ്ട്. ചിലപ്പോൾ വെളുത്ത ഒരാളാണെങ്കിലും ഇവർ സെർച്ച് ചെയ്യണം എന്തായിരിക്കും, ആ റേസിസ്റ്റിക് അപ്രോച്ച് വെച്ചിട്ടായിരിക്കും സെർച്ച് ചെയ്യുക. അപ്പോൾ പ്രതിയാവുന്ന വേറെ ആരെയും. അപ്പോൾ ഇതാണ് ഞാൻ പറയും, ബയാസ്ഡൊക്കെ മാറ്റിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടാണത്. അപ്പോൾ നീ പറഞ്ഞ സാധനം തന്നെ സ്റ്റോറിയാണ്, പക്ഷേ റിയൽ അത് പോസിബിൾ ആണ്. സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും അത് പോസിബിൾ ആണ്. അല്ല, ഇന്റർനെറ്റിൽ പോസിബിൾ ആയതായിരിക്കും ChatGPT അത് പറഞ്ഞു തന്നത്. അതെ, ആയിരിക്കും. മനസ്സിലായോ? അതെ, ഇനി അങ്ങനെ വരൂല എന്നും പറയാൻ പറ്റില്ല, അങ്ങനെ വരും. കാരണം ആൾക്കാരെ മൂവ്മെന്റ്സ് ഒക്കെ പറഞ്ഞാല് ഒന്ന് ഇനി പറഞ്ഞതിന്റെ ഭംഗി കൊണ്ടാണോ അല്ല ChatGPT വാങ്ങിക്കാറില്ല. ഞാനത് കാര്യമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കും. പിന്നെ ഫ്യൂച്ചർ ഓഫ് AI ഇപ്പൊ നമ്മള് ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഓഫ് AI തന്നെയാണ്. അതൊക്കെ ഫ്യൂച്ചർ ആണ്, കാരണം എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റൂല. ഇത് ന്യൂ നോർമൽ ആണ്. നമ്മള് വേറെ പല കാര്യങ്ങളും ന്യൂ നോർമൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് അതൊന്നല്ല. ഇതാണ് ന്യൂ നോർമൽ. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു സൊസൈറ്റിയിൽ മൂവ് ചെയ്യുക. ഇതിനെപ്പറ്റി ഇതിലെ ഒരു എക്സ്പെർട്ടൈസ് ചെയ്തിട്ട് ഇതിലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കരിയർ ഉണ്ടാക്കാൻ നോക്കുക. അതായത് പുതിയ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ മേഖലകൾ വരുമ്പോഴാണല്ലോ അതിന് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റലൊക്കെ. അപ്പോൾ AI എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടും എന്തായാലും ഒരു 10-100 വർഷത്തേക്ക് AI ഒക്കെ തന്നെ ആയിരിക്കും ഇനി റൺ ചെയ്യാൻ പോകുന്നത്. ഇനി അത്രയും അതെ, കാരണം എന്താ പറയുക, എപ്പോഴും മനുഷ്യന്മാർക്ക് ഈസി വേ ഓഫ് ലിവിങ് അതിലൊക്കെയാണ് മനുഷ്യന്മാർ കൂടുതലായിട്ടും പോകാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഇഷ്ടം. ഇപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, ഞാൻ എല്ലാ മാസവും സാലറി വീട്ടിൽ കൊണ്ടുതരാം, ഈ പണിയെടുക്കേണ്ട പറഞ്ഞാൽ ഞാൻ പറയാം, പണിയെടുക്കുന്നു. എന്തിനാ വീട്ടിലിരുന്നാൽ പോരെ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും ബെറ്റർ ആവുന്നതോറും ഈസി ആവുക ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ടാസ്ക് കുറച്ചും കൂടി ഈസി ആവും. അപ്പം റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണത് എല്ലാ ഫീൽഡിലും റോബോട്ട്സ് വന്നേ. റോബോട്ട്സ് എന്ന് പറയുമ്പോൾ പണ്ടുള്ള നമ്മളെ ചിന്തഗതിയിലുള്ള ആ റോബോട്ട് മാത്രമല്ല. അപ്പം ഒരു സാധനം പിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വെക്കാൻ ഒരു റോബോട്ട്, അതൊരു റോബോട്ടിക്സ് ആണ്. അപ്പം ക്രെയിൻ എല്ലാം പണ്ട് ആളുകൾ എന്താണ് കൈക്കോട്ട് കണ്ടിട്ട്. അപ്പം എപ്പോഴും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാരുടെ ജീവിതം ഈസി ആവണം. അത് ഈസി ആവാനാണല്ലോ വേണ്ടത്. നമ്മൾ പിന്നെ പണ്ടത്തെ പോലെ മറ്റേ ഈ കല്ല് പൊട്ടിച്ച് ടയർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പോകാൻ നിൽക്കുമോ? ഈസി ആവണം. അപ്പോഴാണല്ലോ ആളുകൾക്ക് കുറച്ചും കൂടെ
വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇന്നിപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ വിളിച്ച്, അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ വർക്കിന് കയറിയതിന് ശേഷം പിന്നെ എൻജോയ് ചെയ്യാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും ഇപ്പോൾ സിനിമ, ഫുട്ബോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വർക്കാണ് കൂടുതൽ. അതുകൊണ്ട് എന്താ പറഞ്ഞു തരാൻ വെച്ചാൽ വർക്ക് പ്രഷർ വരുന്നതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ വർക്ക് പ്രഷർ കുറയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിസൈനർ ആണെങ്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിൻ്റെ വർക്കിൻ്റെ പ്രഷർ കുറയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എപ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ നേരെ മറിച്ചിട്ട് ബോറിംഗ് ആയിട്ടുള്ളപ്പോൾ നമുക്ക് ചടപ്പുണ്ടാവും അത് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ചെയ്യുന്ന പറയാൻ നല്ലതല്ല. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടത് ശരിക്കും. അപ്പോൾ ഒരുപാട് ടൈമായി തോന്നുന്നു നമ്മൾ സംസാരിക്കുന്നത്. കുറേ ആയി. കാരണം എനിക്ക് ഞാൻ പറഞ്ഞേ, ഞാനിപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിപ്പോയി. അല്ല, സീരിയസ് ആവാൻ കാരണം വെച്ചാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അത് ഈ സംഭവം ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളെ രീതിയിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതെ, ഞാൻ തന്നെ ഈ സ്റ്റോറീസ് ചോദിക്കുമ്പോഴാണ് അതിന്റെ പോസിബിലിറ്റീസ് അറിയുന്നത്. അതായത് നമ്മളെ ഈ ചാറ്റും പ്രോംപ്റ്റും ഇമേജും അല്ലാതെ അതിന്റെ ബിയോണ്ട് അതിനെക്കാളും മേലെ എന്താ ഉള്ളതെന്നുള്ള ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവര് കുറേ സ്റ്റോറീസ് എനിക്ക് പറഞ്ഞത് ഇതുപോലെ മെഡിക്കൽ സെക്ടർ അങ്ങനത്തെ കുറേ സ്റ്റോറീസ് പറഞ്ഞത്. അപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഇത് അത്രയും വൈഡ് ഈ സ്റ്റോറികളൊക്കെ ചിലപ്പോൾ പോസിബിൾ. അതെ, അത് പോസിബിൾ ചിലപ്പോൾ എന്നല്ല, ചിലപ്പോൾ ആ സ്റ്റോറീസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും എന്താ പറയാ, എല്ലാവരും ഇമേജും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യരുതെന്നല്ല പറഞ്ഞത്. എല്ലാം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്കില്, അവനവന്റെ റിസ്കില് അല്ലെങ്കിൽ ഒരു ലിമിറ്റില്. പിന്നെ ഈസാൻ പറഞ്ഞ പോലെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് നമ്മളൊരു മീഡിയയിൽ ഇടുന്ന സമയത്തും അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ കളക്ഷനിലുണ്ട്. നിയമപരമായിട്ട് അതൊന്നും അവർ ഇടാൻ പറ്റില്ല. പക്ഷേ നിയമപരമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പൊന്നുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അതന്നെ, പിന്നെ ഇനിയും പുതിയ ഇത്ര പറഞ്ഞു വെച്ചിട്ട് ആൾക്കാർ യൂസ് ചെയ്യാൻ നോക്കൂല. അപ്പൊ ഞാനാണെങ്കിലും നീ ആണെങ്കിലും ഇനി യൂസ് ചെയ്യും. അതെ, ഞാൻ പറയാം, യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാപ്പിനെസ് തരാൻ പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്യുക. അല്ലാതെ വെറുതെ 4 ആൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുക എന്നുള്ളതിന് ഉപരി ഈ ഫോട്ടോ ഉണ്ടാക്കണം, ഞാൻ പറയാം, ഹാപ്പിനെസ് കിട്ടും. അതിൽ ഉപരി നിങ്ങളെ പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ വർക്കിൻ്റെ കാര്യത്തിലൊക്കെ അത് ഹെൽപ്ഫുൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കണം. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങൾക്ക് പുതിയതാവാം, ചിലത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാവാം. നിങ്ങൾക്കും എന്തെങ്കിലും അനുഭവം ഉണ്ടാവും ചെയ്യും. അതെ, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടായ അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് വേറെ എന്തോ പോലെ വന്ന ചാറ്റ് ജിപിടി അങ്ങനെ പറ്റിക്കും. ചാറ്റ് ജിപിടി കാരണം അതാ പറഞ്ഞ, ചാറ്റ് ജിപിടി ഇമേജ് പ്രോംപ്റ്റ് വളരെ വീക്കാണ്. കാരണം നമുക്ക് ഒരു സാധനത്തിൽ പുതിയ ചേഞ്ച് കറക്ഷൻ കൊടുക്കുമ്പോൾ രണ്ടാമത് തരുന്ന ഇമേജ് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അത് കുറച്ചും കൂടെ പെർഫെക്റ്റ്. പരസ്യമൊന്നല്ല, നാനോ ബനാനാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പം നാനോ ബനാന ആർക്കെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ സാറിനോട് പറയാം, നാനോ ബനാനം തെറ്റിച്ച് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു സൈഡും ചീത്ത സൈഡും എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ യുക്തിപരമായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കേൾക്കുന്ന ആളുകളോട് നിങ്ങളെ യുക്തിക്ക് അത് എത്രത്തോളം ബെറ്റർ ആവുന്നുണ്ട് ആ രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇനി അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് സജഷന് വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. അത് കമൻറ്റ് ബോക്സിലായാലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടും വന്ന് സജസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ഡിസിഷൻ കുറച്ചും കൂടെ എൻ്റർടൈനിങ് ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ അതിൻ്റെ ഒരു ഭീകരത കാരണം കുറച്ച് ഇപ്പോൾ ഫണ്ണി ട്രെൻഡ്സ് ആക്കി പറയണത് ചിലപ്പോൾ സീരിയസ് ആയി പോകും. അതായത് പറഞ്ഞു വന്നപ്പോൾ ഭയങ്കര സീരിയസ് ആയിപ്പോയി. എനിക്ക് തന്നെ ബോറടിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര ബോറടിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് എൻ്റർടൈൻമെൻറ്റിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.